ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ വന്ന് കാണാറുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ വിസിറ്റാണ്. അദ്ദേഹത്തോട് കുറച്ച് സമയം സംസാരിച്ചു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ലല്ലോ പറയേണ്ടത്. അതൊക്കെ അദ്ദേഹത്തിന്റെ കൃത്യമായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും ഒക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നൊന്നും ഞാൻ മീഡിയനോട് ഷെയർ ചെയ്യാൻ ഞാൻ ആരുമല്ല. അതിന് ഞാൻ ആളല്ല എന്നാണ്. സങ്കടമുണ്ടോ കേസിന് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, ഞാനൊരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ എന്തിനാണ് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ ഒരു സങ്കടപ്പെടാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനവും ഒന്നും വന്നിട്ടില്ല. എന്ത് തീരുമാനം എടുത്താലും വന്നാലും അത് അദ്ദേഹത്തിന് സുധാകരന് കൃത്യമായ ഒരു അഭിപ്രായം ഉണ്ടാവും. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ്. കണ്ണൂരിന്റെ അനിഷേധ്യനായ ഒരു നേതാവാണ്. അപ്പൊ നിങ്ങളിവിടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്നൊന്നും ചോദിക്കുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്നും കണ്ണൂരിൽ തന്നെയുണ്ട് ഇതെന്റെ മണ്ണാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിൽ നിങ്ങൾ വിഷമമായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ത്യാഗങ്ങൾ എനിക്കറിയാം, അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ എന്ന നേതാവിന്റെ ത്യാഗങ്ങളെ കുറിച്ച് ഇവിടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് എന്ന് അല്ല, കേരളത്തിലെ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇതുപോലെയുള്ള അസംഷൻസ് ഉണ്ടാക്കുന്നത് KPCC അംഗം കൂടിയാണ് താങ്കൾ. അമൃത രാമകൃഷ്ണന്റെ അഭിപ്രായം കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കണം എന്നൊരാഗ്രഹം അമൃത രാമകൃഷ്ണനുണ്ട്. KPCC അംഗം എന്ന നിലയിൽ ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പം കൃത്യമായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആധികാരികമായിട്ട് പറയണമെങ്കിൽ, ആധികാരികമായി നമ്മളൊരു അഭിപ്രായം പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും വരേണ്ടതാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തിനൊപ്പമാണോ നിങ്ങൾ? കെ സുധാകരൻ എന്ത് തീരുമാനിച്ചാലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മൾ പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് വേണം പ്രതികരിക്കാൻ.